ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിഥ ബ്ലോഗർ ആൻഡ് മൈസെൽഫ് അതിഥി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എങ്ങനെ നിയന്ത്രിക്കാം. ഇപ്പോഴത്തെ ജെൻസി കിഡ്സ്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ പലരും സോഷ്യൽ മീഡിയ അഡിക്റ്റഡാണ്. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് അല്ല എന്ന് എനിക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കും. കാരണം ഞാനല്ല, ബിക്കോസ് ഞാൻ അതിന് കുറേ ഇതൊക്കെ ചെയ്തു. കാരണം ഈ അവധിയുള്ള സമയത്ത് വെക്കേഷൻ്റെ ടൈമിലൊക്കെ ആയാലും ഞാൻ പലപ്പോഴും ഇവിടെ കാണാറുള്ളൂ. വല്ലപ്പോഴും ഒക്കെ ഫോണിൽ വീട്ടിൽ ഫോൺ കൊണ്ട് കാണാറുള്ളൂ, അല്ലെങ്കിൽ ക്യാമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ ഇല്ലാതായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഫോൺ ഒന്നും കാണത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് കണ്ണടച്ച് പറയാം ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പല ക്യാമ്പിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്നാണ്, നമ്മുടെ സൊസൈറ്റിയിൽ പല കുട്ടികളും, എൻ്റെ പ്രായത്തിലുള്ളതും എൻ്റെ പ്രായത്തിൽ കുറഞ്ഞതുമായ മിക്ക കുട്ടികളും സോഷ്യൽ മീഡിയ അഡിക്റ്റഡാണ്. ഇൻസ്റ്റ ഇല്ലാതെ അവർക്കൊരു ജീവിതമില്ല, യൂട്യൂബ് ഇല്ലാതെ അവർക്കൊരു ജീവിതമില്ല, ഫേസ്ബുക്ക് ഇല്ലാതെ പറ്റില്ല. ഫേസ്ബുക്ക് കുറവാന്ന് തോന്നുന്നു, ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച്. നമ്മൾ മിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കാം, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഫോൺ എടുക്കും. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളത് താഴെ വെക്കത്തില്ല. ശരിയല്ലേ? നമ്മളിങ്ങനെ റീൽസ് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തീരാതാവും. അങ്ങനെ നമുക്ക് പല ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. എങ്കിലും അവിടെ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നു അല്ലേ? സോ നമ്മുടെ ഈ വിലപ്പെട്ട സമയം എങ്ങനെ തിരിച്ചു പിടിക്കാം, അതിനൊരു 3 സ്റ്റെപ്പ് ഫോർമുലയാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്യുക. ഒരു തവണ ഫോൺ ബെല്ലടിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയാണ്. സ്റ്റെപ്പ് 2, പഠിക്കുമ്പോഴോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഫോൺ നിങ്ങളുടെ കണ്ണിന് കാണാത്ത ദൂരത്ത് വെക്കുക. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നാണ് പ്രമാണം. കണ്ടില്ലെങ്കിൽ അതെടുക്കാനുള്ള തോന്നലും കുറയും. അതിപ്പോൾ എന്തോ ആയാലും. സ്റ്റെപ്പ് 3, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു പ്രത്യേക സമയം മാറ്റി വയ്ക്കുക. ഉദാഹരണത്തിന് രാത്രി 8 മണി മുതൽ 8:30 വരെ മാത്രം, ബാക്കി സമയം ഫോണിന് അവധി നൽകുക. ഈ 3 സ്റ്റെപ്പ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഡെയിലി ലൈഫിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഇത് കുറച്ച് കഷ്ടമായിട്ട് തോന്നും. പക്ഷേ ഇത് ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടും. നിങ്ങൾക്കൊരു പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, സോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.